പ്രിയമുള്ളവരെ, യെശയ്യാ 40 അധ്യായത്തിൽ അതിൻ്റെ അവസാന 29, 30, 31 വാക്യങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗമാണ്. അവിടെ ദൈവത്തെ കാത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അല്പം ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചവരാണെങ്കിൽ കാത്തിരിക്കുന്ന സമയത്ത് പുതിയ ശക്തി, പുതിയ ബലം നിങ്ങളെ ധരിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. എപ്പോഴാണ് പുതുക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു മൊബൈൽ ചാർജ് എല്ലാം പോയി നോ ചാർജ് എന്ന് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ കൊണ്ടുപോയി അത് പിന്നെയും പ്ലഗ് ചെയ്യും, റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറേ മണിക്കൂറുകളിലേക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്ന ചില അനുഭവങ്ങളുണ്ട്. ഏലിയാവ് ചില സമയങ്ങളിൽ ക്ഷീണിച്ച് ചൂരച്ചെടിയുടെ തണൽ കിടന്നുറങ്ങി. ഇനി മരിച്ചാൽ മതി യഹോവേ എന്ന് ദൈവത്തോട് പറഞ്ഞ അനുഭവമുണ്ട്. ഇതുപോലെ നമുക്ക് ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഒഫീഷ്യൽ മണ്ഡലത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മുടെ മക്കളുടെ ജീവിതത്തിലോ ഒക്കെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ തളർന്നു പോകും. പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ മനസ്സ് വരത്തില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ട്, ഹൃദയം പ്രാർത്ഥിക്കണമെന്നത്, പക്ഷേ ശരീരം അനുവദിക്കത്തില്ല. ശിഷ്യന്മാര് വിളിച്ചുകൊണ്ട് യേശു കർത്താവ് തൻ്റെ അവസാന സമയങ്ങളിൽ ആ ഗോൽഗോത്തായ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾ അവിടെ ഇരുന്ന് ഉണർന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവര് ശരീരത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. കർത്താവ് ഓരോ പ്രാവശ്യം വന്ന് നോക്കുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട്, ശരീരം ബലഹീനമാണ്, ആത്മാവോ ഒരുക്കമുള്ളതാണ്, ശരീരം ബലഹീനമാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട്, പക്ഷെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഒരു റീചാർജിങ്, ഒരു പുതുക്കൽ പ്രാപിക്കുക. അതായത് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുക എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയിൽ ഒന്ന് കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ, അല്പസമയങ്ങൾ വേർപെട്ട് ദൈവസന്നിധിയിൽ ഒന്ന് മാറിയിരുന്ന്, നമ്മുടെ തിരക്കുകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് മാറിയിരുന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഇരിക്കാൻ തയ്യാറാക്കി, നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കൊരു പുതിയ ശക്തി കർത്താവ് തരും. ഇതുവരെ ലഭിക്കാത്തൊരു ശക്തിയെ കർത്താവ് നിങ്ങൾക്ക് തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പുതുക്കി കഴിയുമ്പോൾ അവിടെ എന്താ പറയുന്നത്? അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഇതുവരെ ഉയരാൻ കഴിയാത്തവർക്ക് ഒരു ഉയർച്ചയാണ് ദൈവത്തിൻ്റെ ഈ ശബ്ദത്തിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നത്. ഇതുവരെയും ഉയരാൻ പറ്റിയിട്ടില്ല, വേണ്ട രീതിയിലൊന്നും പറക്കാൻ പറ്റിയിട്ടില്ല, വേണ്ട രീതിയിലൊന്നും ഉയർന്ന് ശോഭിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ളവരോടാണ് ഈ ദൂത് പറയുന്നത്, നിങ്ങൾക്ക് ഉയർന്ന് ഒന്ന് ശോഭിക്കാൻ തക്കവണ്ണം ദൈവം അവസരം തരാൻ പോകുന്നു. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവത്തെ കാത്തിരിക്കുക. അല്പസമയങ്ങളൊന്ന് വേർപെട്ട്, ദിവസങ്ങളൊന്ന് വേർപെട്ടിരുന്ന് മറ്റെല്ലാ കാര്യങ്ങളൊന്നും മറന്നിട്ട് കർത്താവിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കിക്കൊണ്ട്, കർത്താവിൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആ ചെവി ഒന്ന് കോർത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കർത്താവിന് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അവർ ശക്തിയെ പുതുക്കും, കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴുകൻ്റെ പ്രത്യേകത എന്താ? 5-5.5-7 കിലോ വെയിറ്റേ ഉള്ളൂ, പക്ഷേ ഏറ്റവും ഉയരത്തിൽ പറക്കുന്നൊരു പക്ഷിയാണ്. കഴുകനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ കഴുകനെ 5 കിലോമീറ്റർ ചുറ്റളവിൽ കാണാൻ പറ്റും. അതിൻ്റെ കണ്ണുകൾക്ക് ഭയങ്കര പവറാണ്. നമുക്കൊക്കെ മനുഷ്യൻ്റെ കണ്ണുകളൊക്കെ കുറച്ച് ദൂരമൊക്കെ കാണത്തുള്ളൂ. ഒരു 100 മീറ്ററോ 500 മീറ്ററോ അല്ലെങ്കിൽ 1000 മീറ്ററോ ഒക്കെ കാണത്തുള്ളൂ. പക്ഷേ കഴുകന് 5 കിലോമീറ്റർ ചുറ്റളവിൽ കാണാൻ തക്കവണ്ണം പവർഫുൾ ആയിട്ടുള്ള കണ്ണാണ്. എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച്
മുൻകൂട്ടി കാണാനുള്ള ഒരു കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നിനക്ക് തരും. പ്രൈസ് ലോർഡ്. അപ്പോൾ ശക്തിയെ പുതുക്കിയാൽ നിനക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ നിനക്കും നിന്റെ സന്തതിക്കും നിന്റെ തലമുറകൾക്ക് നിന്റെ കൂടെയുള്ളവർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ദൈവത്തിൻ്റെ ആത്മാവ് തുറന്നു തരും. മുൻകൂട്ടി കണ്ടാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ ചില ആപത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റും. ചില വ്യക്തികളെയൊക്കെ ബുദ്ധിപരമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ദൈവഹിതമില്ലാത്ത വഴി ഒന്ന് സൂക്ഷിച്ചൊഴിഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ ശക്തിയെ പുതുക്കുക എന്ന് പറഞ്ഞാൽ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുക എന്ന് പറഞ്ഞാൽ കഴുകൻ ദൂരക്കാഴ്ചയുള്ള ആ കണ്ണുകൾക്ക് ഏത് ശത്രുവിനെയും ഒരു 5-6 കിലോമീറ്റർ ചുറ്റുള്ള കാണാൻ കഴിയുന്ന പോലെ ശത്രുവിനെ മുൻകൂട്ടി കണ്ട് അവനെ പ്രതിരോധിക്കാൻ തക്കവണ്ണം ദൈവം കൃപ തരും. അപ്പോൾ കഴുകന് ഒത്തിരിയും ക്വാളിറ്റീസ് ഉണ്ട്, ഞാനതൊന്നും പറയുന്നില്ല. ഒറ്റയതേ ഉള്ളൂ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പിന്നെയോ അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. തളർന്നു പോകാതെ ഓടുവാനും ക്ഷീണിച്ചു പോകാതെ നടക്കുവാനും ദൈവാത്മാവ് നമുക്ക് കൃപ തരും. ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെ ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ, തളർന്നിരിക്കുന്നെങ്കിൽ ഈ ദൂത് നിങ്ങളോടാണ്. ക്ഷീണിച്ചു പോകാതെ ഓടാൻ, തളർന്നു പോകാതെ ഓടാൻ ഉള്ള കൃപ ഈ ദൈവത്തിൻ്റെ ശക്തിക്കകത്തുണ്ട്. അപ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ തളർന്നു പോകത്തില്ല. ഇപ്പോൾ തളർന്നിരിക്കുന്ന ആരെങ്കിലും ഈ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശക്തി പ്രാപിച്ചു. നിങ്ങൾക്ക് തളർന്നു പോകാതെ ഓടാൻ തക്കവണ്ണം നിങ്ങളുടെ കാലുകൾക്ക് ബലം, കുഴഞ്ഞ മുഴങ്കാലുകളെയൊക്കെ ബലപ്പെടുത്തുവാൻ, തളർന്ന കൈകളെ ഒന്ന് ബലപ്പെടുത്താൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ക്ഷീണിച്ചു പോകരുത്, ബലത്തോടെ ഹല്ലേലൂയ സ്തോത്രം ഓടാനുള്ള കൃപ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഏലിയാവ് തളർന്നു പോയെങ്കിലും ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. പിന്നത്തേതിൽ അവൻ ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി ദൈവത്തിൻ്റെ ആത്മാവ് അവനെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ആഹാബിൻ്റെ രഥത്തിന് മുമ്പായി ഓടാൻ തക്കവണ്ണം ദൈവം അവന് കൃപ കൊടുത്തു. പ്രൈസ് ലോർഡ്. രഥം ഓടുന്ന അത്രയും സ്പീഡിൽ മനുഷ്യന് ഓടാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാ അവൻ്റെ മേൽ വന്നപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ ആഹാബിൻ്റെ രഥത്തിന് മുൻപേ ഓടി, ആഹാബ് ചെല്ലുന്നതിന് മുമ്പേ പോകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവിന് അവനെ ഉപയോഗിക്കാനിടയായി തീർന്നു. നോക്കണം, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫിലിപ്പോസിൻ്റെ മേൽ ദൈവാത്മാവുള്ളവനായിരുന്നു. എന്നാൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ടുപോയി. പിന്നെ അസ്തോദിൽ അവനെ കണ്ടു. എന്ന് വെച്ചാൽ വളരെ സ്പീഡിൽ യാത്ര ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഇതുവരെ തളർന്ന് ക്ഷീണിച്ച് ഒരു കാര്യത്തിൽ ഒരു മുന്നോട്ട് പോകാൻ കഴിവില്ലാതെ തടസ്സമെന്ന് നിൽക്കുന്ന ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടായി ദൂത് പറയുന്നത്, എൻ്റെ തടസ്സങ്ങളെ വെട്ടിമാറ്റിക്കൊണ്ട് വളരെ വേഗത്തിലോടാൻ തക്കവണ്ണം വഴി തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഈ സെപ്റ്റംബറിൽ ഈ മാസങ്ങളിൽ ഏറ്റവും നല്ല സ്പീഡിൽ യാത്ര ചെയ്യുവാൻ, വേഗത്തിൽ ചില കാര്യങ്ങൾ നടത്തി തരുവാൻ, വേഗത്തിൽ ചില കാര്യങ്ങൾ പിടിച്ചെടുക്കുവാൻ, വേഗത്തിൽ ചില ഉയരങ്ങളിലേക്ക് പറക്കുവാൻ, വേഗത്തിൽ ക്ഷീണമൊക്കെ മറന്നുകൊണ്ട് യാത്ര ചെയ്യുവാൻ ദൈവാത്മാവ് നിന്നെ സഹായിക്കാൻ പോവുകയാണ്. ശരീരത്തിൽ ബലഹീനമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ചിലരോട് ആ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിന്റെ ക്ഷീണാവസ്ഥ മാറി നിന്റെ ശരീരത്തെ ബലം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കാൻ പോവുകയാണ്. അതായത് യഹോവയെ കാത്തിരുന്നാൽ മാത്രം മതി. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ആമേൻ. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഈ വചനങ്ങൾ കൊണ്ട് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയട്ടെ. നിങ്ങളുടെ ബലഹീനതകൾ മാറട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ. പറന്ന് ഉയരങ്ങളിലേക്ക് നിങ്ങൾ യാത്രയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.